വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് അവരുടെ വലിയൊരു വേദന പറഞ്ഞു. ചിലർ പറഞ്ഞു എൻ്റെ അച്ഛോ ക്യാൻസറാണ്, ഈ ക്യാൻസർ ഭയങ്കരമായ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് പറഞ്ഞാൽ മാനുഷികമായി കേട്ടാൽ അത് വളരെ ഗുരുതരമായ അവസ്ഥയിലാണെന്നാണ്. വേറെ ചിലരുടെ വെച്ചാൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കമാണ്. അത് ആ കടബാധിത അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതേപോലെ സാമ്പത്തികമായി കംപ്ലീറ്റ് നഷ്ടപ്പെട്ട അവസ്ഥ. ഇനിയും വേറെ ചിലർക്കുള്ള വലിയൊരു വേദനയാണ് അവരുടെ ജീവിതത്തിൽ ജോലി ഒക്കെ നഷ്ടപ്പെട്ടു, ഒരു ജോലി കിട്ടാൻ വഴിയില്ല, ഒരു സാധ്യത, എല്ലാ സാധ്യത, എത്രയോ അപേക്ഷ കൊടുത്തിട്ടൊന്നും ജോലി കിട്ടുന്നില്ല. ജോലിക്ക് ഒരുപാട് 1 വർഷം 2 വർഷം 3 വർഷമായിട്ട് ജോലി ഇല്ലാതെ വിഷമിക്കുന്നു. ഇനിയും എൻ്റെ ഒരു കൂട്ടരുടെ വിഷമം ഞാൻ അവർ പറഞ്ഞ് എന്നോട് കേട്ടിരിക്കുന്നതാണ്, വിസയുടെ കാലാവധി തീരാൻ പോവുകയാണ്, ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ എൻ്റെ പിന്നത്തെ ആഴ്ച ഇത് കിട്ടുന്നില്ല, കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങനെ ഇതിനോട് സദൃശ്യമായ മറ്റനേകം തരത്തിലുള്ള ആവശ്യങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതത്തെയും അലട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അട്ടപ്പാടിയിലും അതുപോലെ കഴിഞ്ഞ 10-30 വർഷത്തെ ശുശ്രൂഷകളിലും വെളിപ്പെടുത്തി തന്ന മറ്റൊരു രഹസ്യം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളുടെ കഠിനമായ പ്രതിസന്ധി എന്തു തന്നെയാണെങ്കിലും ആ കഠിനമായ പ്രതിസന്ധി നടുവിൽ നിങ്ങൾ പതറിപ്പോയാൽ അല്ലെങ്കിൽ ഭയപ്പെട്ടു പോയാൽ അത് നിങ്ങൾക്കൊരു പരാജയമായിരിക്കും. ഭയപ്പെട്ടു പോയാൽ ഒരു പരാജയമായിരിക്കും. ഞാൻ കണ്ടിരിക്കുന്ന അനേകം പേരുടെ ജീവിതത്തിൻ്റെ പരാജയത്തിനൊരു കാരണം ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നില്ല, അവർ പരാജയപ്പെട്ടു പോയി ജീവിതത്തിൽ. എന്നാൽ കർത്താവ് പറയുകയാണ്, അങ്ങനെ അല്ലാത്ത ആളുകളുമുണ്ട്. പരാജയങ്ങളിലും പ്രതിസന്ധികളിലും ഭയപ്പെടാതെ ആ പ്രതിസന്ധിയുടെ അങ്ങ് അറ്റത്തെത്തി കഴിയുമ്പോൾ അവർ ഹൃദയം നുറുങ്ങി ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവമേ എന്നൊന്ന് കരഞ്ഞു വിളിച്ചാൽ അങ്ങനെയുള്ള ജീവിതങ്ങളിൽ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധം അത്ഭുതങ്ങളിലൂടെ കർത്താവ് അവരുടെ ആ നരകക്കുഴിയിൽ നിന്ന്, ആ ദുരിതക്കുഴിയിൽ നിന്ന് അവരെ അത്ഭുതകരമായി കരകയറ്റുന്ന ഒരു ദൈവമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ലിൻസനച്ചൻ അറിയാം, അട്ടപ്പാടിയിൽ എത്രമാത്രം ആളുകൾ വന്നിട്ടാണ് കരഞ്ഞ് നിലവിളിക്കുന്നത്. അവർ ഒരു സാധ്യതയില്ലെന്ന് ഇരുന്ന സമയത്ത്. അതുപോലെ ഷൈജു അച്ഛൻ അവിടെ സിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതാണ്. എത്രയോ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കുടുംബം, ആ കുടുംബത്തിൽ എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് നിങ്ങൾക്കിനി മക്കളുണ്ടാവുകയില്ല, ഇത് കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. പ്രിൻസ് അല്ലേ, പ്രിൻസാണോ? പ്രിൻസാണെങ്കിൽ അപ്പോൾ ഇവർ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞല്ല ദൈവം വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കൂസലാക്കിയില്ല. ഡോക്ടർ പറഞ്ഞ് കണക്കാക്കിയില്ല. ഡോക്ടർ പറഞ്ഞ് ഡോക്ടറുടെ അഭിപ്രായം, മെഡിക്കൽ സയൻസ്, അതിനേക്കാൾ വലിയ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് അവർ കർത്താവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. അവരുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർക്ക് സ്വരം കൊടുക്കുക. കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഞങ്ങൾ ഇൻഫെർട്ടൈലാണ്, ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. വിവാഹിതരായപ്പോൾ തന്നെ കുറച്ച് ആൾക്കുള്ളിൽ തന്നെ ഒരു 3-4 മാസം, 6 മാസത്തിനുള്ളിൽ പറഞ്ഞു ഡോക്ടറെ കാണിച്ച് പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി. അതുപോലെ IVF സക്സസ് ആവില്ല. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ 2016 ഞങ്ങളിവിടെ ഒന്ന് ധ്യാനം കൂടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചിരുന്നു കർത്താവിന് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് തരട്ടെ, ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. അതായത് ഇവരോട് ഡോക്ടർമാർ പറഞ്ഞ IVF പോലും നിങ്ങൾക്ക് സക്സസ് ആവില്ല, അതുകൊണ്ട് ഒരു ഹോപ്പും ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ 2-3 വർഷം എങ്ങനെയൊക്കെ നോക്കി എന്നിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു ദൈവമേ 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 എന്ന് പറഞ്ഞ് അവർ അട്ടപ്പാടിയിൽ ഈ പാവങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്ന ഈ സിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അല്ല, ഇവിടെയല്ല വന്നത്, ഇവിടെ വന്നു. 2017 ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി. 3 വർഷം 2016 ഇവിടെ വന്നു അല്ലേ? 2016 താമസിച്ചുള്ള ധ്യാനം കൂടി ആദ്യവള്ളി താമസിച്ചുള്ള ധ്യാനം ഒക്ടോബറിൽ ഉണ്ടായി. 2017 ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. 2016 ഇവരിവിടെ താമസിച്ചുള്ള ധ്യാനം കൂടി
പിറ്റേ വർഷം എന്ന് പറഞ്ഞാൽ ആ വർഷം തന്നെ ഗർഭിണിയായി. പിറ്റേ വർഷം കുഞ്ഞ് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ഹല്ലേലൂയ. 3 വർഷം കഴിഞ്ഞപ്പോൾ വേറെ കുഞ്ഞുണ്ടായി. അടുത്ത് കഴിഞ്ഞ് വീണ്ടും 2-3 വർഷം വീണ്ടും ഒരു കുട്ടീനെ കൊടുത്ത്. ഇതെല്ലാം നാച്ചുറലായിട്ട് അല്ലേ? നാച്ചുറലായിട്ട് ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നീട് ഇപ്പം പ്രഗ്നന്റ് ആണ്. വീണ്ടും അടുത്ത കുഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് പ്രസവം നിർത്തേണ്ട പ്രശ്നമില്ല. പ്രസവം നിർത്തണ്ട. ദൈവം തരുന്നിടത്തോളം മക്കളെ സ്വീകരിക്കുക. ഞാനൊരു എക്സർവീസ്മാൻ ആണ്. ആക്ച്വലി ഞാൻ BRS എടുത്തതിന് ശേഷം ഒരു ജോലി, വീടിനടുത്തൊരു 5 day വീക്കൊക്കെ ഉള്ള ഒരു ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ആദ്യ വെള്ളിയാഴ്ചകൾ വരാറുണ്ട്. അപ്പോൾ ഈ ദൈവപൈതൽ എന്ത് ചെയ്യുന്നറിയാവോ? ഇവർ രണ്ടുപേരും ചെയ്ത കാര്യം കർത്താവിനെ ഒരുപാട് കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു ധ്യാനം കൊണ്ട് നിർത്തിയില്ല. അതുകൊണ്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും വന്ന് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് തീഷ്ണത എന്ന് പറയുന്നത്. തീഷ്ണത. അങ്ങനെ കൂടുതൽ അപ്പോൾ വീണ്ടും വീണ്ടും ദൈവം മക്കളെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വീടിൻ്റെ അടുത്തൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി. മാത്രമല്ല കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. ഓരോ കുഞ്ഞ് വരുമ്പോഴും ഓരോ ബ്ലെസ്സിങ്ങുമായിട്ട് വരണത്. ഇതാ 3ാമത്തെ കുഞ്ഞ് വന്നപ്പോൾ 2ാമത്തെ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. വീടിൻ്റെ അടുത്താണ്, ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്തൊരു ജോലി. വീടിൻ്റെ അടുത്താണ്, അധികം യാത്ര ചെയ്യേണ്ട, കുഞ്ഞുങ്ങളെ നോക്കാം, സന്ധ്യാപ്രാർത്ഥന ചെയ്യാം, അതിന് പറ്റിയ ജോലി കൊടുത്തു. അച്ഛാ, കേരളത്തിൽ ഒരു 8-10 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരെല്ലാവരും പറഞ്ഞ ഒറ്റ അഭിപ്രായമാണ്. 8-10 ഗൈനക്കോളജിസ്റ്റിനെ സ്പെഷ്യലിസ്റ്റായിട്ട് പോയി കണ്ടു. അവരെല്ലാവരും പറഞ്ഞ ഒറ്റ അഭിപ്രായമാണ്, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. ആണോ? അതാണോ അമ്മയ്ക്ക് കൊടുത്ത് പറയാം? സത്യമാണത്. അപ്പോൾ ഞങ്ങൾ വേണ്ട, ഇനി വെറുതെ കാശ് കളയണ്ട, 2.5 വർഷം കഴിയുമ്പോൾ വെയിറ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കൊച്ചിനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. ഇനി നിങ്ങൾ മക്കളെ ദത്തെടുത്താൽ മതി, കൊച്ചിനെ ഒന്ന് അഡോപ്റ്റ് ചെയ്താൽ മതി അല്ലേ? പിന്നെ അല്ലാതെ സ്വന്തമായിട്ട് കുട്ടികളുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. 10 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ 10 പേര് ഒരേ അഭിപ്രായം. 10 ആശുപത്രി പോയി 10 ആശുപത്രിയിൽ നിന്നും ഒരേ അഭിപ്രായം. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് മക്കളെ നിങ്ങൾ പിരിഞ്ഞ് ഉറങ്ങണത്. എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, അപ്പ അവൻ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 10 ഹോസ്പിറ്റലിൽ കാണിച്ച് 10 ഹോസ്പിറ്റലിൽ പറഞ്ഞ് ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സാരമില്ല, ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അവർ നേരെ അട്ടപ്പാടിക്ക് വന്ന് ധ്യാനം അങ്ങോട്ട് കൂടി. പിറ്റേ മാസം ഗർഭിണിയായി. പിന്നെ എല്ലാ വർഷവും മക്കൾ. അത് ഓരോ മക്കൾ വരുമ്പോൾ ഓരോ അനുഗ്രഹം. ജോലി, സമ്പത്ത്, കടമാടി, വീട് കിട്ടി, പിന്നെ തൊട്ടടുത്ത വീട്, സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധി, പ്രാർത്ഥന എല്ലാം കൂടുകയാണുണ്ട്. ഒന്നും പറയണ്ട. ഇവരുടെ അനുഭവം നോക്ക്. ഇവരിതുപോലെ നിങ്ങൾ മൈക്കോട് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞ സമയമില്ല. എൻ്റെ കർത്താവേ, ഒരു ക്ലാസ് കൂടെ ഉണ്ട്, തീർന്നിട്ടില്ല. ഓക്കെ. എൻ്റെ പേര് അഞ്ജലി, ഹസ്ബൻഡ് പേര് നിഖിൽ. ഞങ്ങൾ 2021 ജനുവരിയിൽ കല്യാണം കഴിഞ്ഞതാണ്. ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ 2023 നവംബറിൽ വട്ടേലാച്ചൻ്റെ 1 day കൺവെൻഷൻ ഇവിടെ നടന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളുണ്ടാകാൻ വേണ്ടി മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരെയും ആശീർവദിക്കുന്ന ലാസ്റ്റ് സമയത്ത് അച്ഛൻ പറഞ്ഞു, നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുട്ടികളുണ്ടാവും തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എൽഷിദായ് ധ്യാനത്തിന് ഡിസംബറിൽ. അങ്ങനെ ഞങ്ങൾ ധ്യാനത്തിന് പോയി. 4 ദിവസം ധ്യാനമായിരുന്നു. അപ്പോൾ ധ്യാനത്തിൽ വെച്ച് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് കേട്ടു എന്ന് പറഞ്ഞു. പിറ്റത്തെ മാസം ഡിസംബറിൽ അച്ഛൻ പറഞ്ഞു, ജാനുവരിയിൽ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി. ഡിസംബറിൽ രണ്ടുപേരും കേട്ടു, ജനുവരി കൊച്ചിൻ്റെ പേര് ഫെയ്ത്ത് എന്ന് വെച്ചു. ഫെയ്ത്ത്. ഓ, വെരി ഗുഡ്. കുട്ടിയുടെ പേര് ഫെയ്ത്ത് അല്ലേ? ഫെയ്ത്ത് എന്നല്ലേ? വെരി ഗുഡ്. അങ്ങനെയൊക്കെ പേരിടണം. അപ്പം ഞങ്ങൾ ധ്യാനത്തിൽ വെച്ച് താഞ്ചൻ ബ്രദറിൻ്റെ ആയിരുന്നു സ്പിരിച്വൽ ഷെയറിങ്. അപ്പോൾ ബ്രദർ പറഞ്ഞു, നിങ്ങൾ വീട് വാങ്ങിക്കുന്നതായിട്ട് കാണുന്നത് പേപ്പേഴ്സൊക്കെ റെഡിയാണ്, നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഡിസംബർ 26, 2021 UK വന്നിട്ടുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ UK വന്നിട്ട്.
അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പേപ്പർ ചുമ്മാ അങ്ങനെ ഒരു ദിവസം ഞാൻ നിഖിലെടുത്ത് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പേപ്പേഴ്സ് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂലൈ 2024 ഞങ്ങൾ വീട് വെറുതെ ഒരു പേപ്പർ ഇങ്ങനെ ഇട്ടുള്ളൂ. വീട് ഹല്ലേലൂയ. സ്റ്റോർ മാർക്കറ്റ് ദൈവം അനുവദിച്ച് ദൈവം അത്ഭുതം ചെയ്തത്. നിങ്ങളങ്ങനെ ഇരിക്കുക ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. വലിയൊരു അത്ഭുതമാണ് ഇത്. 2 കാര്യങ്ങളാണ് കർത്താവ് ഇവരുടെ. അതുകൊണ്ട് ഇവർ ഫെയ്ത്ത്, വിശ്വാസം അത്രയും പ്രഷ്യസായിട്ട് നിധി പോലെ ഇവർ വിശ്വാസം കണക്കാക്കുകയാണ്. അതൊരു കുട്ടിക്കും ആ വിശ്വാസത്തിൻ്റെ പേരും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ ബ്ലെസ്സിങ് കേട്ടോ, ദൈവാനുഗ്രഹം. ഇവരെ ഓർത്ത് നന്ദി പറയാം. കൈകൾ ഉയർത്തി ദൈവമേ ഇവരെ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞ് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇതുപോലത്തെ ഒരു ധ്യാനം ഈ വർഷത്തിൽ ഒരു ധ്യാനമാണ് ഇങ്ങനത്തെ ധ്യാനം, താമസ ധ്യാനം. ഞാൻ ഷൈജു അച്ഛനും ഞാനിവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് ജൂൺ 20, 21, 22 ഇനി 10-30 സീറ്റും കൂടെ ഒഴിവുണ്ട് അല്ലേ, കുറച്ച് സീറ്റും കൂടെ ഒഴിവുണ്ട്. ഇപ്പം നിങ്ങൾ അതിൻ്റെ ഫ്ലെയർ തരാം. നിങ്ങൾ പെട്ടെന്ന് ധ്യാനത്തിന് ബുക്ക് ചെയ്യാം. അതിനകത്ത് ഇതുപോലെ ഈ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയുള്ള ബ്ലെസ്സിങ്സും ഒക്കെ വർഷത്തിൽ ഒരു ധ്യാനം, അങ്ങനത്തെ ധ്യാനം നടത്തുള്ളൂ. ഈ വർഷം 2020 ഈ ഒരു ധ്യാനമാണ് നമ്മൾ അങ്ങനെ നടത്തുന്നത്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനം. ആ ധ്യാനത്തിൻ്റെ പേരാണ് എഫാത്ത 2025. എഫാത്ത 2025. ഇതിലിപ്പം നമുക്ക് ഒരു വിധം ബുക്കിങ്ങൊക്കെ പൂർണ്ണം കഴിഞ്ഞൊരു 10-30 പേർക്കും കൂടെ ബുക്കിംഗ് ഉള്ളൂ എന്നാണ് ഞാൻ ഇന്ന് അന്വേഷിച്ച് മനസ്സിലായത്. അപ്പം 300 പേരാവും. 300 പേർക്കാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പേര് വേഗം ബുക്ക് ചെയ്ത് നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടുപിടിച്ച് അതിനകത്തേക്ക് വേഗം അത് രജിസ്റ്റർ ചെയ്യിക്കണം. ജൂണിലാണ് തുടങ്ങണത്, അധികം ദിവസങ്ങളില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടീസ് തരാം. നിങ്ങളത് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസാണ് സ്ക്രീനിൽ കാണുന്നത്. അത് ചെയ്യണം. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ കൂടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നിവിടെ മക്കളില്ലാത്ത ദമ്പതികൾ ധാരാളം വന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ബാക്കി എല്ലാവരും വിശ്വാസത്തോടെ. നമ്മൾ വേറൊരു ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഇപ്പോൾ എന്താ പറയണത്, ജോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിനെ അനുഗ്രഹിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കും, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ മക്കളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവർ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കും. അവർ ഇങ്ങനെ മുമ്പോട്ട് വരാൻ പറ്റും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇനി മക്കളില്ലാത്ത ദമ്പതികൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, മക്കളില്ലാത്തവർ മാത്രമല്ല, ഒരു കുഞ്ഞിന് വേണ്ടി ആദ്യത്തെ കുട്ടി ജനിച്ചു പിന്നെ മക്കളുണ്ടാകുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വന്നേ. നമ്മൾ സെക്കൻഡ് സാറ്റർഡേ പ്രത്യേകത ധാരാളം മക്കളെ കുടുംബങ്ങളിലേക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള എല്ലാവരും മുമ്പോട്ട് വരും. ഇപ്പോൾ ഒന്ന് ബ്ലെസ് ചെയ്യാൻ പോവുകയാണ്. ധാരാളം മക്കളെ വേണം, അങ്ങനെ ആഗ്രഹിക്കും. എല്ലാവരും കൂടെ മുമ്പോട്ട് വരും. ധാരാളം ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഇന്ന് കർത്താവ് തരാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയുടെ ദിവസമാണ്. നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ആദ്യം തന്നെ ഞങ്ങൾ നേർച്ച നേർന്നോ. ഇന്നലെ നിങ്ങൾ ഭാവനയെ കാണണം. ഒരുപാട് 8, 10, 15 മക്കളെയൊക്കെ പിടിച്ച് ഇങ്ങനെ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷന് വരണത് നിങ്ങൾ ഭാവന കാണണം. അച്ഛൻ സീറ്റ് കൂടുതലുണ്ടാക്കണം എന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സെക്കൻഡ് സാറ്റർഡേയുടെ ഒരു പ്രത്യേകതയാണ്, മക്കളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് കരുണ കാണിച്ച് തടസ്സങ്ങൾ മാറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പോരാ. ഒരു കുട്ടിയുണ്ട്, 2 കുട്ടിയുണ്ട്, ഇതൊന്നും പോരാ, എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവരൊക്കെ വേഗം പോരാ എന്നൊക്കെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവരുടെ മേലെല്ലാം ഒരു അനോയിൻറ്റിങ് എന്ന് പറയാം. അപ്പം നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ആരൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? കർത്താവിന് ഈ ഭൂമിയിൽ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവിന് ഭൂമിയിൽ സന്തോഷമുള്ളൊരു കാര്യം ധാരാളം മക്കളുള്ള കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവ് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, സന്തോഷമുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കർത്താവിന് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ വെഞ്ചരിക്കാൻ പോവാണ്. ഈ സമയത്ത് ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ കർത്താവ് വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് പറഞ്ഞു, കർത്താവ് എനിക്ക് 6, 8, 10, 12 മക്കൾ എന്നാലും റെഡി, ഞാൻ റെഡി, എനിക്ക് ധാരാളം മക്കൾ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കും. കൈകൾ ബാക്കിയുള്ള എല്ലാവരും ഇവർക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ശുശ്രൂഷകർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ പ്രിയപ്പെട്ട മക്കൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ നിലവിളി അങ്ങ് കേൾക്കണമേ, ഇവരുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ. കർത്താവായ യേശുവേ, കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ അനന്ത യോഗ്യത കൊണ്ട് ഇത് സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, അങ്ങയുടെ അനന്ത യോഗ്യത കൊണ്ട് ഇത് സംഭവിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിന്റെ നാമത്തിന് അനന്ത യോഗ്യതയാൽ കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികളുടെ മേൽ അങ്ങയുടെ അനന്തമായ അനുഗ്രഹം പോലെ വ്യാപരിക്കട്ടെ. കർത്താവേ, ഇവരുടെ കുടുംബത്തിൽ മക്കളുണ്ടാകാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ യോഗ്യത മാറിപ്പോകട്ടെ. അങ്ങനെ ചെയ്ത് നിങ്ങൾ ബന്ധിക്കുന്ന ബന്ധിക്കും, നിങ്ങൾ അഴിക്കുന്ന വഴിക്ക് ഈ വചനത്തിൽ അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ച് ഇവരുടെ മേൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ആ തടസ്സങ്ങളെല്ലാം കുടുംബത്തിൽ മാറിപ്പോകട്ടെ. ഈ കുടുംബങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൂടുതൽ സ്ഥാപിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തടസ്സങ്ങളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ സീറ്റിലിരിക്കുക. സാക്ഷ്യപ്പെടുത്താം എന്ന് ഈശോയോട് ഒരു വാക്ക് കൊടുത്തിട്ട് സീറ്റിലേക്ക് പോയിരിക്കുക. ഈശോ ബ്ലസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് കർത്താവിനോട് ചോദിച്ച്, ദൈവമേ, ഓരോ വിഷമമായിട്ട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് വരുന്നുണ്ട്. ഓരോ സങ്കടങ്ങൾ കേട്ടാൽ ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വഴിയില്ല, മാനുഷികമായി ചിന്തിച്ച ഒരു വഴിയില്ല കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ബൈബിളിൽ എൻ്റെ വചനങ്ങളിൽ ഞാൻ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, കർത്താവേ, എന്താണ് അങ്ങ് തന്നിരിക്കുന്ന വഴി? അപ്പോഴാണ് കർത്താവിൻ്റെ ഒരു വേദന പറഞ്ഞത്. ഈ വഴി അറിയാത്തത് കൊണ്ടും വട്ടായിലച്ചൻ ഈ വഴി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും ഹോസിയ 7-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് എൻ്റെ മക്കളുടെ കുടുംബത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഈ വഴി എൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുക്കണമെന്ന് കർത്താവ് എന്നോട് പറയുകയാണ്. ഏത് വഴിയാണെന്ന് നിങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഹോസിയ 7, 14, 15 വായിച്ചാൽ മതി. ഹൃദയം നൊന്ത് എന്നെ വിളിച്ച് കരയുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് ഉരുണ്ട് പെരണ്ട് കിടക്കും. അവർ കിടക്കയിൽ വീണ് ഉരുണ്ട് പെരണ്ട് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും ജോലിക്കും മക്കൾക്കും കല്യാണം നടക്കാനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാപനിമിത്തമായിരിക്കും ഇത് നടക്കാത്തത്, കാരണന്മാരുടെ പാപനിമിത്തമായിരിക്കും ഇത് നടക്കാത്തത്, ഈ കുടുംബത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇതൊക്കെ നടക്കാത്തത്. ഇങ്ങനെ അവർ തന്നെ കുറ്റപ്പെടുത്തി, അത് ബൈബിൾ ഓടിട്ടോ, അവർ തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്താ പറയണത്? ധാന്യത്തിനും എന്ന് പറഞ്ഞാൽ ജോലിക്കും വിദേശത്തേക്ക് പോകാനും കുട്ടികളുണ്ടാകാനും വിവാഹം നടക്കാനും ഒക്കെ അവരെന്ത് ചെയ്തു? അവർ തന്നെ മുറിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ എന്നെ ധിക്കരിക്കുന്നു. ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത്, എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അവർ തിന്മ നിരൂപിക്കുകയാണ്. എന്താ ദൈവം അനുഗ്രഹിക്കാത്തത്? എന്താ ദൈവം എനിക്ക് മക്കളെ തരാത്തത്? എന്താ ദൈവം എനിക്ക് ജോലി തരാത്തത്? എന്താ ദൈവം എനിക്ക് എന്താ വേണ്ടത്? എന്താ ദൈവം എനിക്ക് കല്യാണം നടത്തി തരാത്തത്? അതിന് കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, അത് ചെയ്തോ? കർത്താവ് ആവശ്യപ്പെടുന്നത് ഒരു സിമ്പിൾ അട്ടപ്പാടിയുടെ ശുശ്രൂഷ രീതിയാണ്. ഹൃദയം നൊന്ത് കരയുക. ഹൃദയം നൊന്ത് കരയണം. ഇന്നലെ സാജു ബ്രദറിന് ആ വചനം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഹൃദയം നൊന്ത് കരയണം എന്ന് പറഞ്ഞു. ഹൃദയം നൊന്ത് കരയണം. ഹൃദയം നൊന്ത് വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ആ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഹൃദയം നൊന്ത് കർത്താവിനെ നോക്കി കരഞ്ഞ് വിളിച്ചപേക്ഷിക്കണം. യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചപേക്ഷിക്കണം. നിങ്ങളുടെ ഇതാണ് അട്ടപ്പാടിയുടെ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നിരിക്കണം. എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ നിങ്ങളോടില്ല. കർത്താവ് പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വേറെ വലിയ അഭ്യാസങ്ങൾ ഒറ്റക്കാലം 3 ദിവസം നിൽക്ക്, അല്ലെങ്കിൽ തൂണിൻ്റെ മുകളിൽ കയറി 41 ദിവസം ഇരിക്കുക, ഇതൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ഹൃദയം നൊന്ത് എന്നെ വിളിച്ച് കരയുന്നതിന് പകരം നിങ്ങൾ എന്താണ് ഈ കാണിക്കണമെന്ന് ചോദിക്കുന്നത്? ജോത്സ്യൻ്റെ അടുത്തേക്ക് പോവുക, കുട്ടിച്ചാത്തൻ്റെ അടുത്തേക്ക് പോവുക, മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവുക, ഓതി കെട്ടുക, ഓരോരോ തരത്തിലുള്ള പരിപാടികളായിട്ട് നടക്കുക. ഹൃദയം നൊന്ത് എന്നെ വിളിച്ച് കരഞ്ഞ് വിളിച്ച് അപേക്ഷിക്കുക എന്ന് പറഞ്ഞത്, ഹൃദയം നൊന്ത് കരഞ്ഞ് എന്നെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് പറയുന്നത് അച്ചട്ടായിട്ട് ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ ഉണ്ടാവും. ഇത് ഞാൻ 35 വർഷത്തെ അനുഭൂതി എന്ന് പറയുന്നതാണ്. അട്ടപ്പാടിയിൽ ഞാൻ ചോദിച്ചു, ദൈവം എന്ത് ചെയ്യും? ഈ ഒരാളുടെ ദുഃഖം കേട്ടാൽ തന്നെ നമ്മൾ തലകറങ്ങി നിലപ്പതിക്കും. 7 ദിവസം കഴിഞ്ഞിട്ട് ഒരു തലവെക്കുള്ളൂ. അതേപോലെ ദുഃഖഭാരമാണ് ഓരോ മനുഷ്യർക്കും. എന്ത് ചെയ്യും? അപ്പോൾ കർത്താവ് പറഞ്ഞു, അച്ഛനെ ദുഃഖഭാരമൊന്നും എടുക്കണ്ട, എൻ്റെ ജനത്തോട് എന്നെ വിളിച്ച് കരയാനൊന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യേശുവേ എന്ന് വിളിച്ച് കരയാൻ പഠിപ്പിച്ചത് അട്ടപ്പാടിയിൽ. വിളിച്ചപേക്ഷ എന്ന് പറയും. യേശുവിനെ വിളിച്ച് ഹൃദയം നൊന്ത് കരയണം. വെറുതെ ഇപ്പം ഒന്നും ആയിട്ടില്ല, ശരിക്കും ഹൃദയം നൊന്തുള്ള കരച്ചിലുണ്ട്. ഹൃദയം നൊന്ത് കരയണം, ഹൃദയം നൊന്ത് കരയണം, ഹൃദയം നൊന്ത് കരയണം. ഇന്നലെ സാജി ബ്രദർ അവിടെ ഇരിക്കുന്നു, ഞാൻ അപ്പുറത്തെ മുറി ഇരിക്കുന്നു, രണ്ടുപേരും ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പോൾ സാജി ബ്രദറിന് ഒരു റെവലേഷൻ കിട്ടിയല്ലോ, എന്നോട് വിളിച്ച് പറയാണ്, അച്ചോ യേശയ്യ 30-ാം അധ്യായം 19-ാം വാക്യം കാണുന്നുണ്ടല്ലോ അച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹൃദയം നൊന്ത് കരഞ്ഞാൽ എന്താ ഗുണം എന്നാണ് കർത്താവ് ഇന്നലെ റിവീൽ ചെയ്തത്. അത് സാജി ബ്രദർ സാക്ഷിയായിട്ട് എൻ്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. അത് സാജുവിനെ ഒരു പണയവസ്തു പോലെ പിടിച്ചുകൊണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഈ കാര്യം ഞാൻ പറയുമ്പോൾ ഒരു സാക്ഷിയായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. യേശയ്യ 30-ാം അധ്യായം 19-ാം വാക്യമാണ് ഇന്ന് ഈ ജനത്തിന്, ഇന്ന് ഇവിടെ സെക്കൻഡ് സാറ്റർഡേക്ക് വരുന്നവർക്കുള്ള സന്ദേശമാണ്. ഇത് നിൻ്റെ വിലാപസ്വരം കേട്ട്, അവിടെ നിന്നാണ് വെളിപ്പാട് കിട്ടിയിരിക്കുന്നത്. അതിന് മുകളിലുള്ള വെളിപാടിൽപ്പെട്ടതല്ല, താഴത്തുള്ളതാണ് വെളിപാടിലുള്ളത്. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം വരണം. ഇതാണ് ഇതിനുത്തരം. നിൻ്റെ വിലാപസ്വരം കേട്ട്, നീ ഹൃദയം നൊന്ത് കരയുമ്പോൾ നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം തരും. ഉത്തരം തരും. നിങ്ങളിങ്ങനെ പൊങ്ങി വന്നിട്ട് പോയാൽ എന്താ സംഭവിക്കണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അട്ടപ്പാടിയിൽ ഞാൻ നോക്കണ്ട, മലയിൽ കൂടെ അല്ലാത്ത കൊടുത്ത് അങ്ങനെ പൊങ്ങി നടക്കണുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വന്ന് കാഴ്ച കൂട്ടത്തിൽ പെടാം. പക്ഷേ ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല. കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ദൈവം ബ്ലെസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അച്ചട്ടായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കണം. ശ്യാമ എന്നൊരു വ്യക്തി കടമ്പഴിപ്പുറം, ശ്യാമ എന്ന് പറഞ്ഞ സാക്ഷി ഉണ്ടാവും. ശ്യാമ കടമ്പഴിപ്പുറം ഇല്ലെങ്കിൽ സാരമില്ല, ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിങ്. ശ്യാമ എന്ത് ചെയ്തു? കരഞ്ഞ്. ഇത് ക്രിസ്ത്യാനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹൃദയം നൊന്ത് കരയാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്രിസ്ത്യാനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം കരഞ്ഞില്ലെങ്കിലും ജീവിക്കാനുള്ള വകയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശ്യാമയ്ക്ക് അങ്ങനെയല്ല. ശ്യാമയ്ക്ക് നിവൃത്തിയില്ല. അത് തന്നെ. എൻ്റെ ശ്യാമയെ നീ. ഞാൻ പാലക്കാട് കടമ്പഴിപ്പുറം നിന്ന് വരുന്നു. എൻ്റെ പേര് ശ്യാമ എന്നാണ്. ഞാൻ 2018 മുതൽ ഇവിടെ വരുന്നതാണ്. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്, പേര് സുഹാസിനി എന്നാണ്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാല് പൊട്ടി അളിഞ്ഞ് രക്തവും ചലവും വന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ മല ചവിട്ടി കയറാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതായത് കാല് പൊട്ടി അളിഞ്ഞ് ഈ മല ചവിട്ടി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് 2018 ഈ മകൾ ഇവിടെ വരുന്നത്. എനിക്കിപ്പോൾ 25 വയസ്സാണ്. 22 കൊല്ലം ഞാൻ ഈ കാല് കൊണ്ട് നരകടിച്ചിട്ടുണ്ട്. 22 വർഷവും ഈ കാലിങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പത്തിൽ 4-5 വയസ്സായപ്പോൾ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പം തൊട്ട് കാല് പൊട്ടി അളിയുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ 22 വർഷം സഹിച്ചു ആ രോഗമായിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാ കുട്ടികളും ഇൻ്റർവെല്ലിന് പോകുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒപ്പം നിൽക്കുമ്പോഴാണ് ഞാൻ ഒരുമിച്ച് നടന്നായിരുന്നത്. ഈ കാല് സോക്സൊക്കെ ഇട്ടിട്ട് ഷൂവിലിടുമ്പോൾ
അതിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചൂടെടുക്കും ഒക്കെ ചെയ്യും. ഞാൻ തുണി ചുറ്റിയിട്ടാണ് സോക്സിന് ഷൂവിൻ്റെ ഉള്ളിൽ ഇട്ടായിരുന്നത്. ഈശോ അതുപോലെ സഹിച്ച് 3 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ സഹിച്ച്. ദൈവമേ, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു സഹ്യമുണ്ട് പോണെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം സുഹാസിനി എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ മോളെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അട്ടപ്പാടി, അവിടെ പോയാൽ ഈശോ ഉണ്ട്, യേശു നിന്റെ രോഗം ഏറ്റെടുക്കും, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ വരും. ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ കാലിന് തീരെ വയ്യായിരുന്നു. ഞാനും എൻ്റെ ചെറിയ നാത്തൂനും കൂടി കൽക്കുരിശിൻ്റെ അവിടെ പോയിരുന്ന് ആ മെറ്റല് മുട്ടുകുത്തി 1 മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞു. ഞാൻ ഒറ്റ മണിക്കൂർ ആ കൽക്കുരിശ് പോയിരുന്ന് ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞു. ദൈവമേ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. എനിക്ക് എൻ്റെ കാല് തിരിച്ചു തന്നു എൻ്റെ മാതാവും എൻ്റെ കർത്താവും. കാലൊരു കുഴപ്പമില്ല. എൻ്റെ കാല് മുഴുവൻ ഈ ചേനയുടെ പുറന്തോല് ചെത്തിയ പോലെ ചുവപ്പും കറുപ്പും കളറായിട്ടാണ് നിന്നായിരുന്നത്. ഇപ്പൊ നോക്കി ഒരു കേടുമില്ലാത്ത പുതിയ കാല്, നല്ല കാല് കൊടുത്ത്. മറ്റേത് ചേന ചെത്തി വെച്ചത് മാതിരിയുള്ള കാലായിരുന്നു. അത് ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എല്ലാ മരുന്നും ഞാൻ കഴിച്ചിട്ട് സ്റ്റോപ്പാക്കിയതാണ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ കാലിന് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഇനി ഞാൻ മാറില്ല, എൻ്റെ കാലത്ത് ജീവിതകാലം മൊത്തം ഞാനിത് സഹിക്കാനുള്ളതാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചില്ല. ഞാൻ പിന്നെ ഒരു ദിവസം ഞങ്ങൾ ആശുപത്രി പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ട് പോയതാണ്. പെട്ടെന്ന് എൻ്റെ ചേച്ചി തന്നെയാണ് അത് കണ്ടത്. ആശുപത്രി എന്ന് പറഞ്ഞു, ശ്യാമ എൻ്റെ കാല് മാറിയിടുമെന്ന് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് ആ ചേച്ചീൻ്റെ കാല് മാറിയിറക്കണു. ചേച്ചി പറഞ്ഞു ശ്യാമ കാല് സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കൽക്കുരിശിൽ അവിടെ 1 മണിക്കൂർ ഇരുന്ന് കരഞ്ഞിട്ട് പോയതാ. പിന്നെ പിറ്റേ ആഴ്ച നോക്കുമ്പോൾ ക്ലിയർ അല്ലേ? കർത്താവ് പിറ്റേ ആഴ്ച തന്നെ സംഭവിച്ചു അല്ലേ? കർത്താവ് അത്ഭുതകരമായൊരു ഹീലിംഗ് കൊടുത്ത്. അങ്ങനെ ഇത് കഴിഞ്ഞ മാസമാണ്. എന്നാ വന്നത്? ഞാൻ കഴിഞ്ഞ മാസം 19-ാം തീയതി വന്നിരുന്നു. സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അസഹനീയമായ ശ്വാസം മുട്ടായിരുന്നു. ആ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു. ഞാൻ ടൈഫോയിഡൊക്കെ ആയിട്ട് ഒരു 10 ദിവസം അഡ്മിറ്റ് ആവലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നാലും ഞാൻ വന്നു. ഹീലറൊക്കെ കൈ പിടിച്ചിട്ടാണ് വന്നത്. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പോകുമ്പോൾ കഴിഞ്ഞ 19-ാം തീയതി വന്നപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടു. ഡൽഹിയിൽ നിന്ന് വന്നൊരു ഏട്ടൻ, അയാൾക്ക് ആസ്മയായിരുന്നു. അവരുടെ ആസ്മ ഈ ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട് മലയിലെ വെഞ്ചിരിച്ച വെള്ളം ലേശം ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഈ 17 വർഷം ആസ്മ ഉണ്ടായിരുന്ന ഒരാൾ ആ വെള്ളം കുടിച്ചപ്പോൾ കംപ്ലീറ്റ് ഹീലിംഗ് കിട്ടിയ കാര്യം സാക്ഷ്യം കേട്ടു. കഴിഞ്ഞ മാസം 19-ാം തീയതി അത് കേട്ടിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു. പക്ഷെ അവിടെ വെക്കുകയായിരുന്നു ഞാൻ. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോയപ്പോൾ അത് കുടിച്ചു. 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി രാവിലെയും വൈകുന്നേരം ഓരോ മിടുക്കും ഞാൻ വിശ്വാസത്തോടെ ഞാൻ കുടിച്ചു. എനിക്ക് ആസ്മയുടെ മരുന്ന് ഞാൻ കണ്ടിന്യൂസ് കഴിക്കണം, ജീവിതകാലം മൊത്തം കഴിക്കണം എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഞാൻ ആ മരുന്നും ചീട്ടും ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് കരഞ്ഞപേക്ഷിച്ചു. എനിക്ക് ഈ മരുന്നൊന്നും കഴിക്കാൻ വയ്യ, കർത്താവിന് എന്നെ സുഖപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. ഈ ഞായറാഴ്ച അടുത്ത മാസം 2-ാം ശനിയാഴ്ച ഞാൻ വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്ന് വരെ ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. അത് മാറി. അതാണ് കുട്ടി ആദ്യം തന്നെ വന്ന് പറഞ്ഞത്. യേശുവേ, പ്രൈസ് ദ ലോർഡ്. കരയണ്ട എല്ലാം. ഈ ചേച്ചി തന്നെ പറഞ്ഞു, ഞാൻ 2 വർഷമായിട്ട് വരികയാണ്, ഇന്ന് പൊങ്ങി നടക്കുകയായിരുന്നു. പക്ഷേ ഒരു 2018 വന്നപ്പോൾ ഇനി 1 ഇഞ്ച് മുന്നോട്ട് ജീവിതം ഇല്ലാത്ത പോലെ കംപ്ലീറ്റ് പഴുത്ത് പൊട്ടി. അപ്പോൾ ആ കൽക്കുരിശിൽ ചുവട്ടിയിരുന്ന കൽക്കുരിശെ വട്ടം പിടിച്ച് 1 മണിക്കൂർ ഇരുന്ന് അങ്ങോട്ട് വാ വിട്ട് കരഞ്ഞു. ആരെങ്കിലും കാണുമില്ലെന്ന് നോക്കണമെന്നില്ല. 1 മണിക്കൂർ ഇരുന്ന് അവിടെ ഇരുന്ന് അങ്ങോട്ട് കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അന്നേക്കന്ന് അത്ഭുതമാണ്. പിന്നെ 2 വർഷം വന്നു, ഒന്നും നടന്നില്ല. ഇപ്പം മനസ്സിലായില്ല നമ്മുടെ കേടെന്താന്ന്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ കുഴപ്പമില്ല. ഹല്ലേലൂയ. ഈ ചേച്ചി 2 വർഷം വന്നു, ഒരു കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല. ആ പൊട്ടി അളിഞ്ഞത് ചെറുപ്പം തൊട്ട് 23 വർഷം കാല് പൊട്ടി അളിഞ്ഞ് വേദനിച്ച് നരകടിച്ച വ്യക്തി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു ദിവസം കരഞ്ഞു. അന്നേക്കന്ന് ഇടപെട്ട് പിറ്റേ അടുത്ത വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പ് അത് നല്ല ഹീലിംഗ് ആയിട്ട് നല്ല പുത്തൻ കാലുമായിട്ടാണ് പിന്നെ വന്നത്.
കരയില്ല, പ്രാർത്ഥിക്കില്ല, കർത്താവ് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു പറഞ്ഞു. യോനായുടെ പുസ്തകത്തിലേക്ക് വരാം. 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. കരഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു കരഞ്ഞു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. നിലവിളി എന്ന് പറഞ്ഞാൽ കാറി കരയുന്നതാണ് നിലവിളി എന്ന് പറയണത്, അല്ലേ? വലിയ നിലവിളി കേട്ടു എന്ന് പറഞ്ഞാൽ കാറി കരയണം, നിലവിളി കേട്ടു എന്ന് പറഞ്ഞു. കാറി കരയണം, കാറി കരയണം, വേദനിച്ച് കരയണം, ഹൃദയം നൊന്ത് കരയണം. യോനായുടെ പുസ്തകത്തിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. യോന എന്താണ്? യോനായുടെ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. സത്യത്തിൽ പറഞ്ഞാൽ 2 പെട അർഹിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം സമുദ്രത്തിൽ താഴ്ത്തട്ടിലേക്ക് പോയി അദ്ദേഹം മത്സ്യത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു. അതുവരെ എങ്ങനെയെങ്കിലും എൻ്റെ കഴിവുകൊണ്ട് രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ തത്തി കളിച്ച് നടക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു കളിയുണ്ട് നമുക്ക്, തത്തി കളിച്ച് നടക്കാമെന്ന് പറയും. അങ്ങനെ കളിച്ച് ഇപ്പം ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ കംപ്ലീറ്റ് ലോക്കഡായി. ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിൽപ്പെട്ടു. ഇനി സ്വന്തം കഴിവുകൊണ്ട് ഇനി ഇയാൾ ഈ ലോകം കാണിയല്ല, അങ്ങനെയായി. ഈ സമയം വന്നപ്പോഴാണ് കരച്ചിൽ വരണത്. ഇനി എല്ലാം പോയി, സർവ്വതും പോയി, ഇനി ഒന്നുമില്ല. ഈ സമയത്ത് യോന പറയണ ഭാഗമാണ് ബാക്കിയുള്ളത്. 4-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന്, അതായത് 2-ാം അധ്യായം 4 തൊട്ട് 6 വരെ വാക്യങ്ങൾ. 2-ാം അധ്യായം 4 തൊട്ട് 6 വരെ വാക്യം. എല്ലാവരും ഒരുമിച്ച് അങ്ങ് വായിച്ചാൽ മതി, അതായിരിക്കും എളുപ്പം. അത് എല്ലാവരും ഒരുമിച്ച് വായിച്ചാൽ മതി, മൈക്കിലൂടെ വായിക്കണ്ട. ഒരുമിച്ച് എല്ലാവരും ചേർന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എന്നെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു, പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇതാ നിബന്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞ് ഒരൊറ്റ നിലവിളിയാണ്. 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലോ ഈ നിലവിളിക്ക് അപ്പത്തിന് ഉത്തരവുണ്ടായി. ഈ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ഓടാമ്പലുകൾ പൂട്ടി, ഇതെല്ലാം അകപ്പെട്ടു, ഇനി രക്ഷയില്ല എന്ന് നിലവിളിച്ചപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്ന് ഒറ്റ കരച്ചിലാണ്. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലാണ്. അപ്പോൾ യോന 2:10 ഒരു ഉത്തരമായി കിട്ടി. എന്താ? കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലെത്തിച്ചു, സുരക്ഷിതമായി കരയിലെത്തിച്ചു എന്നാണ് വായിക്കേണ്ടത്. അത് യോനായെ സുരക്ഷിതമായി ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അതിനെ കരയിലെത്തിച്ച്. അതുകൊണ്ട് പിന്നെ യോനായ്ക്ക് ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. നേരെ എഴുന്നേറ്റ് ആ ഞോളയൊക്കെ തൂത്ത് കളഞ്ഞിട്ട് പോയി പ്രസംഗിച്ചാൽ മതി. മൂപ്പര് പോയി പ്രസംഗിക്കുക ചെയ്തത്, ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ആ മത്സ്യം, ആ തിമിംഗലം എത്രമാത്രം കയർ കൊടുത്തിട്ടുണ്ട്, അതിനെ കരയിലെത്തിച്ചു. കർത്താവിനോട് നിലവിളിച്ചു. കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഈ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് അട്ടപ്പാടിയിൽ വെച്ച് ഈശോ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ചെവി ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കേൾക്ക്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കാനാണ് പറയുന്നത്. ഹൃദയം നൊന്ത് കരയണം, ഹൃദയം നൊന്ത് കരഞ്ഞ് വിളിച്ചപേക്ഷിക്കണം. ഹൃദയം നൊന്ത് മനസ്സുകൊണ്ട് കരഞ്ഞിരുന്ന പോരാ, കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷ, അങ്ങനെ വിളിച്ചപേക്ഷിക്കണം. യോന തകർച്ചയുടെ അഗാധതയിൽ പർവ്വതങ്ങൾ വേരുവാകിയ സമുദ്രത്തിന് അടിത്തട്ടിലേക്ക് പോയി, ഓടാമ്പലുകൾ അതിനെ പൂട്ടി, പ്രവാഹങ്ങളും തലയുടെ മുകളിലൂടെ നീങ്ങാൻ തുടങ്ങി, എല്ലാം നഷ്ടപ്പെട്ടു. ആ തകർച്ചയുടെ അങ്ങേറ്റത്തെ മട്ട് കടന്ന് കുടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നിലവിളിച്ചു, ദൈവമേ ഇനി എനിക്ക് ആരുമില്ല, ഇനി എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ഈ 2-ാം ശനിയാഴ്ച വരുന്നവരോട് കർത്താവ് പറയണത്, നിങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നൊരു കർത്താവിനെ അന്വേഷിക്കണം എന്നാണ് പറയണത്.
അതൊരു പാപമല്ല, അതൊരു പാപമല്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്താ അവിടെ കാണുന്നത്? ഇതിൻ്റെ പേരാണ് പെറുപെറുപ്പ്. ഇനി ഉറക്കെ വായിച്ചേ. ഇതെല്ലാം കേട്ടിട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഇതാണ് തോബിത്ത് 3:10. തോബിത്ത് 3:10. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാം എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഏതൊക്കെ കേട്ടിട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ദുഃഖം? അതായത് ഈ സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അത് 7 കല്യാണം കഴിച്ചു, 7 ഭർത്താക്കന്മാർ മരിച്ചു. അത് കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുന്നത്, പിശാച് കൊല്ലണത് ഈ സാറ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. 7 പേരുടെ മരണം കണ്ടതാണ്. നിങ്ങൾ ഒരാൾ തൂങ്ങി മരിക്കണം കണ്ടാൽ വന്നതിന് ബോധം കണ്ട് അവിടെ കിടക്കും, പിന്നെ ജീവിതകാലത്തിന് ട്രോമയിൽ നിന്ന് രക്ഷപ്പെടില്ല. അതുപോലെ ഭീകരമായിരിക്കും മരിക്കുന്ന സമയത്തുള്ള ചവിട്ടും തൊഴിയെല്ലാം. ഇത് 7 എണ്ണം മരിക്കുന്നത് കണ്ട ഒരു പെൺകുട്ടിയുടെ മനസ്സിൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിക്കും. ആ പെൺകുട്ടിയുടെ ദുരവസ്ഥ ബൈബിളിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7 തൊട്ട് 9 വരെ വാക്യങ്ങൾ. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7 തൊട്ട് 9 വരെ വാക്യങ്ങൾ. അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. മേദിയായിലെ എക്ബദ്ദാനയിൽ ഋഗ്വേലിൻ്റെ മകൾ സാറായെ അവളുടെ പിതാവിൻ്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. ഇനിയുള്ളത് ഉറക്കെ വായിച്ചേ, എല്ലാവരും ചേർന്ന് വായിച്ചേ. 7 പ്രാവശ്യം വിവാഹം ചെയ്തവൾ. ഓരോ ഭർത്താവും അസ്മോ ദേവൂസ് എന്ന ദുഷ്ടപിശാചിന് വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ അവളോട് ചോദിച്ചു, എടീ, അങ്ങനെ വെറുതെ നല്ല സ്റ്റാൻഡേർഡ് വാക്കിൽ പറയാമെന്ന് വിചാരിക്കരുത്. ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാ, എടീ നീ തന്നെയല്ലേ നിന്റെ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്ന എന്തിന്? അവർ മരിച്ചെങ്കിൽ നീ പോയി ചാക്. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. വീട്ടിലെ തൂപ്പുകാരി പറയാ. ഇതുമാതിരിയാണ് ഈ സാറ സ്വന്തം വീട്ടിൽ നരകിച്ച് കഴിയണത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും? അതാണ് 10-ാമത്തെ വാക്യത്തിൽ പറയണത്. അതാണ് 10-ാമത്തെ വാക്യം. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കണില്ല. 7 കല്യാണം കഴിഞ്ഞ് 7 ഭർത്താക്കന്മാരും പിശാച് കൊന്നു. ആ പിശാച് ഇപ്പോഴും പോയിട്ടില്ല, വീട്ടിൽ ഇരിപ്പുണ്ട്. പരിചാരികമാർ പോലും ഇങ്ങനെയാണ് പറയണത്. അപ്പനും അമ്മയ്ക്ക് പ്രായമായി, ഇനി ഒരു വഴിയില്ല, കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായ ഒരു പെൺകുട്ടിയാണത്. ആരുമില്ല വേറെ സഹായിക്കാൻ. ഈ അപ്പനും അമ്മയും ഈ പെണ്ണുങ്ങളെ കണ്ട് എന്നും കരച്ചിലോട് കരച്ചിൽ, ഇതിൻ്റെ ഭാവി എന്താവും എന്ന് പറഞ്ഞ് ഇനി കല്യാണം കഴിച്ചു കൊടുക്കുന്ന ധൈര്യം അവർക്കുണ്ടോ? അങ്ങനെ കരഞ്ഞ് കണ്ണീർ കൊളായി കിടക്കുന്ന കുടുംബം. ഇതെല്ലാം ചിന്തിച്ചും കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത തൂങ്ങി മരിക്കാമെന്നാണ് തീരുമാനം. അത് കുറേ പേർക്ക് ഒരു സ്വഭാവമുണ്ട്. ഹൃദയം നൊന്ത് കർത്താവിനെ വിളിച്ച് കരയാൻ തോന്നിയല്ല, തൂങ്ങി മരിച്ചു കളയാം എന്ന് ചിന്ത വന്നു. ഉടനെ അടുത്തത് വായിച്ചു നോക്കിയേ. തുടർന്ന് 11 തൊട്ട് തുടർന്ന് വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. 10 കഴിഞ്ഞ് 11 തൊട്ട് അവൾ അപ്പോൾ അതിന് തൊട്ട് മുമ്പ് 10-ാമത്തെ വാക്യത്തിന് അവസാന ഭാഗമുണ്ട്. ഇങ്ങനെ തൂങ്ങി മരിച്ചു കളയാൻ ചിന്തിച്ച ഉടനെ അവളുടെ ഉള്ളിൽ വേറൊരു പരിശുദ്ധാത്മാവിന് ചിന്ത വന്നു. എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ മരിച്ചാൽ, ഞാൻ അങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായി മാറും. വൃദ്ധനായ എൻ്റെ പിതാവ് ഹൃദയം പൊട്ടി മരിക്കും. അത് ആത്മാവിൻ്റെ ചിന്ത കൊടുത്തു. അതുകൊണ്ട് തുടർന്ന് 11 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. 11 തൊട്ട് എന്താ പറഞ്ഞത്? 11 തൊട്ട് 15 വരെ. അവൾ കിളിവാതിലിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ.
എല്ലാ സൃഷ്ടികളും അവിടുത്തെ നിന്ന് വാഴ്ത്തട്ടെ. എൻ്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞാൻ അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവേ, ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഈ പ്രവാസത്തിൽ എൻ്റെയോ പിതാവിൻ്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിൻ്റെ ഏകജാതയാണ് ഞാൻ. അവകാശിയായി അവന് വേറെ മക്കളില്ല. എനിക്ക് ഭർത്താവൻ ഉറ്റവനോ ഉടയവനോ ആരുമില്ല. എൻ്റെ 7 ഭർത്താക്കന്മാർ മരിച്ചു. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്കിടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ എന്ന് പറഞ്ഞ് ഇവള് ഹൃദയം നൊന്ത് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത തരണമേ എന്ന് പറഞ്ഞ് കരയുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അന്ന് തന്നെ ഉത്തരവുണ്ടായെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്ക് അന്ന് തന്നെ ഉത്തരവുണ്ടായി. ദൈവം ഇടപെട്ടു. ദൈവം അത്ഭുതം ചെയ്തു. ഒന്ന് ചാടി എഴുന്നേറ്റേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ. രാത്രി മുഴുവൻ കടലിൽ കൂടെ തലങ്ങും വിലങ്ങും തെക്കും വടക്കും എല്ലാം വടക്കും നോക്കി യന്ത്രവും നോക്കി നടന്ന ശിമയോൻ ഒരു വസ്തുവും കിട്ടിയിട്ടില്ല. നമ്മൾ UK വന്നിട്ട് ഈ ശിമയോനെ പോലെയാണ്. കൊലങ്ങും പലതും അധ്വാനിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അവസാനം ശിമയോൻ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കഴിവെല്ലാം നോക്കി, രാത്രി മുഴുവൻ നോക്കി, ഒന്നും കിട്ടിയിട്ടില്ല. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ പലരുടെയും അവസ്ഥ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നുമില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം. കർത്താവ് പറഞ്ഞു, നീ വള്ളത്തിന് വലതുവശത്തേക്ക് വലയിടാൻ പറഞ്ഞു. നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ആ വഴി കൂടെ തന്നെ 10,000 തവണ പോയി വന്ന ആളാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, ആ കരച്ചിൽ കേട്ടു, കർത്താവേ, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ വലയിറക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വലയിറക്കി, വല നിറച്ചു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇതുപോലൊരു അത്ഭുതം ചെയ്യുന്ന കർത്താവുണ്ട്. കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. കരഞ്ഞ് ഹൃദയം നൊന്ത് കരഞ്ഞ് വിളിച്ചപേക്ഷിക്കണം. കർത്താവിനോട് പറയണം. ഈ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ സമർപ്പിച്ച് കരയണം, വേദനിക്കണം, നിലവിളിക്കണം. യേശുവേ, എൻ്റെ പിതാവേ, നിങ്ങൾ എന്ത് വാക്ക് വിളിച്ചാലും കുഴപ്പമില്ല. കർത്താവേന്നോ പിതാവേന്നോ പരിശുദ്ധാത്മാവെന്നോ യേശുവേന്നോ മാതാവെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന യേശു ദൈവത്തെയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം നൊന്ത് കരഞ്ഞ്